സ്ഥലങ്ങളിലാണ് പൊതുവെ ഒരു സക്തം വരേണ്ടത്. ഒരു അടക്കം അനങ്ങി നിൽക്കണം, ഒരു മൗനം അവലംബിക്കണം. ഒന്ന് തക്ബീർ ചൊല്ലിയ ഉടനെ വജ്ജഹത്തുവിന് മുമ്പ്, രണ്ട് വജ്ജഹത്ത് കഴിഞ്ഞതിന് ശേഷം അഊദ് ഓതുന്നതിന് മുമ്പ്, മൂന്ന് അഊദ് ഓതിയതിന് ശേഷം ഫാത്തിഹയ്ക്ക് മുമ്പ്, മൂന്നെണ്ണം മുമ്പ് ഫാത്തിഹയ്ക്ക് മുമ്പ്, നാലാമത് വലദ്ദാലീൻ എന്ന് പറഞ്ഞ ആമീൻ പറയുന്നതിനിടയിൽ, അഞ്ച് ആമീൻ കഴിഞ്ഞ് സൂറത്ത് ഓതുന്നതിന് മുമ്പ്, ആറ് സൂറത്ത് കഴിഞ്ഞ് റുകൂഇലേക്ക് പോകുന്നതിന് മുമ്പ്. അങ്ങനെ 6 സ്ഥലങ്ങളിൽ സുബ്ഹാനല്ലാഹ് എന്ന ഒരു പദത്തിന് മൗനം അവലംബിക്കണം. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. സുന്നത്താണ്. ഇത്ര സുന്നത്താണ് നമുക്ക് എടുക്കാൻ കഴിയും നിസ്കാരത്തിൽ. ചെല്ലണ്ട, ചൊല്ലണ്ട, ഇങ്ങനെ മൗനം അവലംബിക്കുക. സമയം അവലംബിക്കാനാണ് അതിന്റെ അർത്ഥം. അതിനുശേഷം പിന്നെ റുകൂഇലേക്ക് പോകുക. റുകൂഇലേക്ക് പോകുമ്പോൾ ഒരുപാട് സുന്നത്തുകളുണ്ട്. ഇന്ന് ഫർദ് മാത്രമാണ്. ആദ്യം പോകുമ്പോഴുള്ള ഒരു സുന്നത്ത് അത് ഇന്തിഖാലിന്റെ തക്ബീർ എന്ന് പറയും. അല്ലാഹു അക്ബർ. നമ്മൾ ഓരോ സുജൂദിലേക്ക് റുകൂഇലേക്ക് പോകുമ്പോഴും ഉയരുമ്പോഴും ഒക്കെ ഇന്തിഖാലിന്റെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നേരത്തെ തക്ബീറത്തുൽ തഹറം, തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ പറഞ്ഞില്ലേ, അല്ലാഹു അക്ബർ, അതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് വാചകത്തിലെങ്കിലും അതിന്റെ പർപ്പസ്, ഉദ്ദേശം, ലക്ഷ്യം വ്യത്യസ്തമായതുകൊണ്ടാണ് ഇതിന് പേര് മാറുന്നത്. അപ്പൊ തക്ബീറത്തുൽ ഇന്തിഖാൽ എന്നാണ് പറയുന്നത്. നമ്മൾ നീങ്ങുന്നതിനനുസരിച്ചുള്ള തക്ബീറുകൾ. ഇത് ഇമാമിനും മഅ്മൂമിനും ഒക്കെ സുന്നത്തുണ്ട്. ഇമാം ഉറക്കെയാക്കണം, മഅ്മൂം പതുക്കെയാക്കണം. ഈ തക്ബീർ നമ്മൾ ചൊല്ലുന്ന അവസരത്തിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ നാം ഇവിടെ നിന്ന് പോയി അവിടെ എത്തുന്നത് വരെ ആ തക്ബീർ ഉണ്ടായിരിക്കണം. അതാണ് അതിന്റെ സുന്നത്ത്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കൈ കെട്ടിയിട്ടാണ് ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് പോകുന്ന അവസരത്തിൽ അല്ലാഹു അക്ബർ റായിനെ അവസാനിക്കുമ്പോൾ അവിടെ കാണാം. അതുപോലെ അല്ലാഹു എന്നിടത്താണ് നീട്ടേണ്ടത്. അതല്ലാതെ അല്ലാഹു അക്ബർ എന്ന് പറ്റൂല, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ അന്ന് പറ്റൂല. ഒക്കെ ആശയം മാറിപ്പോകും. അല്ലാഹു അക്ബർ ലാമിന്റെയും ഹാമിന്റെയും ഇടയിലാണ് നീട്ടേണ്ടത്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ റുകൂഇലേക്ക് പോവുകയാണ്. റുകൂഇലേക്ക് പോകുന്ന അവസരത്തിൽ പ്രധാനമായും 3 കാര്യങ്ങൾ അതിന്റെ നിബന്ധനകളാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ റുകൂ ആവുക. ഒന്ന്, കൈവെള്ളമുണ്ട്. ഈ കൈവെള്ളം നമ്മുടെ മുട്ടിലെത്തിയിരിക്കുക. സാധാരണഗതിയിലുള്ള ഒരാളുടെ കൈ നല്ല ഒലിപ്പുണ്ട്, എന്നാൽ അയാളെ ജസ്റ്റ് കുഞ്ഞാൻ തന്നെ, അങ്ങനെയുള്ള ആളുകളുടെ, അല്ലെങ്കിൽ എന്തോ അംഗവൈകല്യമുണ്ട്, അതൊന്നുമല്ലാത്ത സ്വാഭാവികമായി സാധാരണയുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ റുകൂഇലേക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഈ കൈവെള്ളം, വിരലല്ല, ശ്രദ്ധിക്കണം, വിരലല്ല എത്തേണ്ടത്, കൈവെള്ളം ഇവിടെ എത്തണം. അപ്പൊ അങ്ങനെ അല്ലാഹു അക്ബർ ഇത് ഇവിടെ എത്തിയിരിക്കണം. അപ്പൊ വിരലെത്തിയാൽ ശരിയാവുന്നില്ല. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൈവെള്ളം എത്തുക. അപ്പൊ ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ റുകൂഇൽ കാൽമുട്ടിനേക്കാൾ മുന്നിലേക്ക് വരണം. അപ്പോഴാ അക്കല്ല് റുകൂആവുകയും കാൽമുട്ടിനേക്കാൾ മുൻഭാഗത്തേക്ക് തല വരണം. അത് സുജൂദിന്റെ സ്ഥാനത്തേക്ക് വരുമ്പോഴേ പൂർണ്ണമാവുകയും, അപ്പോഴാണ് പൂർണ്ണമായും റുകൂ അദ്ദേഹത്തിന് ആവുക. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. 2 റുകൂഇലുള്ള നിബന്ധനകളാണ് പറയുന്നത്. രണ്ടാമത്തെ നിബന്ധന, കുനിയുന്ന അവസരത്തിൽ അത് റുകൂഇനാണ് എന്ന ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കണം. മറ്റൊരു ലക്ഷ്യം ഉണ്ടാവാൻ പാടില്ല. ഒരു ഉദാഹരണം പറയാം. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സജദയുടെ ആയത്തോതി, അപ്പൊ സുജൂദ് ചെയ്യുമല്ലോ, ഖിറാഅത്തിൽ സജദയുടെ ആയത്തോതി. അപ്പൊ അദ്ദേഹം സുജൂദിലേക്ക് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഇനിയിപ്പോ പോയി സുജൂദൊക്കെ ചെയ്ത് മടങ്ങി വന്ന് അല്ലെ, ഇനിയും ഓതി വീണ്ടും റുകൂ വേണ്ട, കിടക്കട്ടെ റുകൂ എന്ന് വിചാരിച്ചു. അപ്പൊ അദ്ദേഹം സജദയുടെ സുജൂദിലേക്ക് ഇങ്ങനെ ലക്ഷ്യം വെച്ചോ പോകുന്ന അവസരത്തിൽ ഇവിടെ നിന്ന് ഇപ്പൊ റുകൂ ആവാം. എന്നാൽ ആ റുകൂ സ്വീകരിക്കുകയില്ല. അദ്ദേഹം മടങ്ങി വരണം, അദ്ദേഹം ഖിയാമിലേക്ക് മടങ്ങി വരണം, നൃത്തത്തിലേക്ക്, പിന്നെ റുകൂ ചെയ്യണം. എങ്കിൽ അദ്ദേഹത്തിന്റെ റുകൂആയി പരിഗണിക്കുകയാണ്. അപ്പൊ വേറെ ലക്ഷ്യം ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തേത് പലരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്.
അതാണ് തുമുനീനത്ത് എന്ന് പറയുന്നത്. അത് നിസ്കാരത്തിലുടനീളം വേണം. ഓരോ ഫർദിലും ഞാൻ പ്രത്യേകം പറയാം, അത് പറയുമ്പോഴേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ചില റുക്കൂയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു അല്പസമയം നിൽക്കണം, എന്നിട്ട് വരണം. ചില ആളുകൾക്ക് പെട്ടെന്ന് നിസ്കരിക്കുന്ന സമയത്ത് റുക്കൂയില്ല, അടങ്ങി താമസിച്ചിട്ടില്ല, നിർബന്ധമാണ്. ഇത് സുന്നത്തെ കേട്ടത്. ഇന്ന് പറയുന്നതൊക്കെ നിർബന്ധ പ്രശ്നമാണ്. ഈ 3 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 1, കൈവെള്ളം വീട്ടിലെത്തിയിരിക്കണം. 2, മറ്റൊരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന് തുമുനീനത്ത്, അടക്കം അനങ്ങുക എന്നത് നിർബന്ധമാണ്. പലരുടെ നിസ്കാരങ്ങൾ ബാത്തിലാകുന്നത് ഈ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ഒരാൾക്ക് റുക്കൂ ചെയ്യാൻ സാധിക്കുന്നില്ല, എന്നാൽ അയാൾ സാധ്യമാകുന്ന വിധത്തിൽ റുക്കൂ ചെയ്യണം. ചിലപ്പോൾ ഊരക്ക് വേദന ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, അവർക്കൊക്കെ വേണ്ട വിധത്തിൽ റുക്കൂ ചെയ്യും. ഇത് തീരെ വളർക്കാൻ കഴിയുന്നില്ലെങ്കിൽ തല കൊണ്ട് റുക്കൂ ചെയ്യാം. അതിനും സാധ്യമല്ലെങ്കിൽ അവന്റെ മനസ്സിൽ കൊണ്ടുവരണം എന്നാണ്. ഇനി ഒരാൾ റുക്കൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നിസ്കാരം സുജൂദിലെത്തിയപ്പോൾ ഒരാൾക്ക് സംശയം. എന്താ സംശയം? ഞാൻ റുക്കൂ ചെയ്തോ ഇല്ലേ എന്നൊരു സംശയം. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? റുക്കൂയിലേക്ക് വരണം, ഖിയാമിലേക്ക് വന്നിട്ട് വീണ്ടും റുക്കൂ ചെയ്യണം, നിർബന്ധം. കാരണം അസ്ലി ഒരു വിഷയം ചെയ്തോ ഇല്ലേ എന്നതിന്റെ അസ്ലിലാണ് സംശയിച്ചതെങ്കിൽ അത് കൊണ്ടുവരെ നിർബന്ധമാണ്. ഇത് ശ്രദ്ധിക്കണം. എന്നാൽ ഒരാൾ സുജൂദിലേക്ക് അയാൾക്ക് സംശയം, ഞാൻ എന്റെ കൈവെള്ളം കൃത്യമായി അങ്ങോട്ട് എത്തിച്ചു, ഒരിഞ്ഞത് റെഡിയായ ഇല്ലേ, അത് പ്രശ്നമല്ല. അത് ചെയ്തതിന് ശേഷം അത് സമ്പൂർണ്ണമാണോ അല്ലേ എന്നതിൽ സംശയിക്കുന്നത് ഒരു വിഷയമില്ല, പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് ഒരു സംശയം, ഞാൻ 2ാമത്തെ റക്അത്തിൽ റുക്കൂ ചെയ്തോ, ഞാൻ അവസാന റക്അത്തിൽ റുക്കൂ ചെയ്തോ ഇല്ലേ, സംശയം. ആ സംശയത്തിന് ഒരു വിലയുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇതാണ് റുക്കൂവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല എല്ലാ കർമ്മങ്ങളും കൃത്യതയോടെ കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാൻ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ ചില സവാബ് ഞങ്ങളിൽ നമ്മൾ മറന്നുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരെയും ഞങ്ങളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ റഹ്മാൻ. ഞങ്ങൾക്കെല്ലാം മരണം ഹൈറാവുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാൻ. ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ എല്ലാവിധ അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, മോശമായ മരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കണേ റഹ്മാൻ. അല്ലാഹുവിന്റെ സുബ്ഹ് ജമാഅത്തിനോട് എത്തിയ മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. ബറകത്ത് ചെയ്യണേ അല്ലാഹ്. ഉദ്ദേശങ്ങൾ നീ നിർവഹിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും ബറകത്തും നീ അവർക്ക് മുന്നിൽ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ശർറിന്റെ കവാടങ്ങൾ അടച്ചു കളയണേ റഹ്മാൻ. ശുദ്ധ റമദാനിൽ ഒരുപാട് സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വരുന്ന ദിവസങ്ങളൊക്കെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളാണ് അല്ലാഹു. അവിടെ സജീവമാവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാൻ. റമദാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. അടച്ചോനെ അല്ലാഹു, ഇന്നത്തെ ദിവസം നാളെ ഖദർ ഖദായിൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം നീ തട്ടിക്കളയണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാൻ, തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ, ഞങ്ങളെ എല്ലാവിധ മോശമായ കാര്യങ്ങളിൽ നിന്ന് നഫ്സിനെ സംരക്ഷിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സയ്യിദിനാ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വസല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.